ആദ്യ രാത്രിയൊക്കെ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ പെണ്ണ് പറയും ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പൊ മക്കളെ വേണ്ട എന്നർത്ഥം. നിങ്ങളങ്ങ് ഗൾഫിൽ പോകും, ഞാനിതും തള്ളി പിടിച്ചോണ്ടെങ്കിൽ നടക്കേണ്ട ആശുപത്രി തോറും. അതുകൊണ്ട് നിങ്ങളൊക്കെ പോയിട്ട് ലീവ് എടുത്ത് 1 വർഷം ഇവിടെ ഒന്നില്ല, അപ്പൊ നമുക്ക് നോക്കാം. ഉടനെ മലക്ക് മുകളിൽ ഇരുന്ന് ആമീൻ, പടച്ചവനെ ഇവക്ക് ഈ അടുത്ത സമയത്തെങ്ങാണ് മക്കളെ കൊടുക്കല്ലേ അല്ലാ. അതാണ് ഈ കുട്ടികളില്ലാതെ ഇങ്ങനെ തേരാപ്പേരാ നടക്കുന്നത്. അവിടെ ആദ്യത്തെ ദിവസം അങ്ങനെ ദുആ ചെയ്യല്ലേ, പിന്നെ എങ്ങനെ ദുആ ചെയ്യണം അല്ലാഹ് പറഞ്ഞു തരുന്നു. എന്തായിരിക്കണം നിങ്ങളുടെ ഡ്യൂട്ടി ആദ്യത്തെ രാത്രി? ഫലമ്മാ തവസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. വൈവാഹിക ജീവിതം കൊണ്ട് ഒന്നാമത്തെ പാർട്ട് കുടുംബം, രണ്ടാമത്തെ പാർട്ട് കുടുംബ കൊട്ടാരത്തിന്റെ ശിലാസ്ഥാപനം വഹിക്കൽ. ഇനി അങ്ങോട്ട് മക്കള് പ്രൊഡക്ഷൻ. ഇനി അതിന്റെ തുടക്കമാണ്. ഇതാണ് അല്ലാഹു അടുത്ത് പറയുന്നത് പരിശുദ്ധ ഖുർആൻ. ഫലമ്മാ തവസ്സാഹാ ഹമലത് ഹംലൻ ഖഫീഫാ. അവൻ അവളെ പൊതിയുമ്പോൾ, അള്ളാഹുവിന്റെ വാക്ക് പടച്ചാന പൊതിയ, കെട്ടിപ്പിടിക്കുക, ശാരീരികമായി ബന്ധപ്പെടുക. അങ്ങനെ ബന്ധപ്പെടുമ്പോൾ ഹമലത് ഹംലൻ ഖഫീഫാ, അവൾ ലഘുവായ ഗർഭം ധരിക്കുന്നു. അറിയില്ല, കുറച്ചൊക്കെ കഴിയണം അറിയണമെങ്കിൽ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവൾക്ക് ഇഷ്ടം തോന്നും, അച്ചാർ ഇഷ്ടം തോന്നും, മാങ്ങ ഇഷ്ടം തോന്നും, പുളിച്ചിക്ക ഇഷ്ടം തോന്നും. അപ്പം മനസ്സിലായിക്കോളെ എന്തോ പ്രശ്നമുണ്ടെന്ന്. നേരെ ഒരു ഗൈനക്കോളജിയെ കൊണ്ടുപോയി അങ്ങോട്ട് കാണിക്കുക. അപ്പം അവർ ഇന്ന സാധനമൊക്കെ വാങ്ങിക്കാൻ പറയും. അതൊക്കെ വാങ്ങിച്ച് ഒരു തുള്ളി മൂത്രം ബിസ്മിയും പറഞ്ഞാൽ കുഴിക്കാത്തോടെടുത്ത് വെക്കുമ്പോൾ പോസിറ്റീവായിട്ട് കാണിക്കും. അപ്പോഴെന്തായി പറയും, ഓ നമ്മളെ ഉമ്മയായി, നീ വാപ്പയായി. ഓ ഉമ്മയും വാപ്പയായല്ലോ. പിന്നീട് എന്നവർക്ക് ഒരു ഉറപ്പ് വരിക, ഞാൻ ഗർഭിണിയായെന്ന്. അത് അല്ലാഹു അടുത്ത് പറയാണ്. ഫലമ്മാ അസ്ഖലത്, ഗർഭിണിയായി എന്ന് ഉറപ്പായാൽ പിന്നീടാണ് ഇവരുടെ തീരുമാനവും പ്രാർത്ഥനയും. എന്താണ്? ദഅവല്ലാഹ റബ്ബഹുമാ, രണ്ടുപേരും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമത്രേ. ലൈൻ ആതൈതനാ സ്വാലിഹാ, നീ ഞങ്ങൾക്ക് സ്വാലിഹായ സന്താനത്തെ നൽകിയാൽ ലനകൂനന്ന മിനശ്ശാകിരീൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ നന്ദിയുള്ളവരും കടപ്പാടുള്ളവരുമായിരിക്കും അല്ലാഹ്. അതുകൊണ്ട് റഹ്മാനേ, നീ ഞങ്ങൾക്ക് സ്വാലിഹീങ്ങളായ സന്താനത്തെ നൽകണേ അല്ലാഹ്. അങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത്.